ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടായ പയറാണ് കേട്ടോ. ഒരു കുഞ്ഞു പയറാണ്, എന്നാലും അത്യാവശ്യം ഒരു ചെറിയ തോരനുള്ള പയർ അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ചിട്ടില്ല, പറിക്കണം. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് എഴുന്നേറ്റ് ഇച്ചിരി താമസിച്ച് പോയിട്ടോ, ഒരു 7 മണിയൊക്കെ ആയി. രാവിലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാ കാപ്പിക്ക് ഉണ്ടാക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ ഓർത്ത് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഗോതമ്പ് ദോശയാണ്. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പാക്കറ്റ് ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മറ്റേ ഗോതമ്പ് പൊടിയാണ് കേട്ടോ, നമ്മുടെ ആട്ടയാണ്. പക്ഷെ നല്ല പൊടിയാട്ടോ. ആദ്യമാദ്യം കിട്ടുന്ന പൊടിക്കൊക്കെ അത്യാവശ്യം കയ്പ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കിട്ടുന്ന പൊടി നല്ല പൊടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ദോശയ്ക്ക് വേണ്ടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഈ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ മാവെടുത്തത്. നല്ല ലൂസും അല്ല, എന്നാൽ തീരെ കട്ടിയിലും അല്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇത് നൈസായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ദോശ ഉണ്ടാക്കുന്ന പാത്രം ഇതാണ് കേട്ടോ. ഞാൻ പല വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട് ഇതാണ് ദോശ ഉണ്ടാക്കുന്ന പാത്രം എന്ന്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, പെട്ടെന്ന് തന്നെ റെഡിയാകും കേട്ടോ. പക്ഷേ ഇത് എനിക്ക് ചൂടോട് കൂടി കഴിക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. എനിക്ക് ഒത്തിരി കട്ടിയിൽ ഇത് ഇഷ്ടമില്ല, ഞാൻ നൈസായിട്ട് ഉണ്ടാക്കത്തുള്ളൂ. നൈസ് ഉണ്ടാക്കുകയും ചെയ്യണം, നന്നായിട്ട് മൊരിഞ്ഞിരിക്കുകയും ചെയ്യണം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞാപ്പ എൻ്റെ അടുത്ത് വന്നു കേട്ടോ. അവൾ എന്നെ കണ്ടില്ലായിരുന്നു, എഴുന്നേറ്റ് വന്നത് എൻ്റെ അടുത്തേക്കാണ് വന്നത്. പിന്നെ ഞാൻ അവളെ കുറച്ച് നേരം കൊഞ്ചിച്ചു. ഞാനാണെങ്കിൽ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശ അവിടെ കിടന്ന് ആവുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചോറും കൂടെ ഇടുവാണെങ്കിൽ അതവിടെ കിടന്ന് വെന്തോളൂല്ലോ. അതുകൊണ്ട് ഞാൻ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു വിധത്തിൽ പ്ലാസ്റ്റിക്കൊക്കെ കത്തിച്ചിട്ട് ഒരുവിധം കത്തിച്ചിട്ടോ. പ്ലാസ്റ്റിക് കത്തിച്ചിടുമ്പോൾ പെട്ടെന്ന് അങ്ങ് ആകും കേട്ടോ. നമ്മൾ പുകയില്ലാത്ത അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ തീ പിടിപ്പിക്കുകയാണ്. ആദ്യത്തെ ട്രിപ്പ് കത്തിച്ചപ്പോൾ കത്തിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ രണ്ടാമതും കത്തിക്കുകയാണ്. തീ പിടിപ്പിക്കലൊരു ഭയങ്കര ഒരു പാടുള്ളൊരു പണിയാണ് കേട്ടോ. പിന്നെ ഒരു കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം തീ കത്തിക്കാൻ തന്നെ ഞാനൊരു 10 മിനിറ്റെങ്കിലും എടുക്കും കേട്ടോ. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കടലാസൊക്കെ കത്തിച്ച് വെച്ച് ഒരുവിധം അത് സെറ്റാക്കി കേട്ടോ. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കുന്നിടത്തേക്ക് തിരിച്ചു വന്നു. ദോശയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം നൈസായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കും ചേട്ടായിക്കും അച്ഛനും മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അമ്മ രാവിലെ പോകും പണിക്ക്, അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ട, ഞങ്ങൾക്ക് 3 മതി. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പുറം കിടന്ന് കുഞ്ഞാപ്പി ഭയങ്കര സൗണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അവളുടെ സൗണ്ടാണ് ഇടയ്ക്ക് കേൾക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അരി കഴുകുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി ഇടുന്നുണ്ട്.
പിന്നെ ഇത് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദോശയ്ക്ക് ചമ്മന്തി അരയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ തേങ്ങ ചിരണ്ടി കേട്ടോ. ഇച്ചിരി ബീട്രൂട്ടും കൂടെ തോരൻ വെക്കാനുണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചിരവി. നമ്മൾ താഴെ ഇരുന്ന് ചിരണ്ടുന്നതുകൊണ്ട് തന്നെ തെരെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ തേങ്ങ ചിരണ്ടി കേട്ടോ. അപ്പോൾ ചമ്മന്തിക്കായിട്ടുള്ള തേങ്ങ എടുത്തിട്ട് ബാക്കി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ടുള്ള ഉള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് തേങ്ങ. പിന്നെ ഒരടുപ്പിലോട്ട് ഞാൻ ഇത് കൂട്ട ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ചട്ടിയൊക്കെ ചൂടായി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരച്ച് വെച്ചിരുന്ന ചമ്മന്തിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ഇച്ചിരി പാത്രം കഴുകാനുണ്ട്. അപ്പോൾ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയതിൻ്റെ പാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മൂടി അകത്തുകൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ കുഞ്ഞാപ്പിക്ക് 2 ബീറ്റ്റൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അത് അരിയാൻ വേണ്ടിയിട്ട് പോകണം. തേങ്ങ നമ്മൾ നേരത്തെ ചണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കൊത്തി അരിയുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അരിഞ്ഞൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ ദോശ എടുക്കുന്നുണ്ട്. 2 ദോശയാണ് കേട്ടോ ഞാൻ കഴിക്കാൻ എടുക്കുന്നത്. അത്രയൊക്കെ ആയിട്ടോ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ദോശയും ചായയും എടുത്തിട്ടോ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബീറ്റ്റൂട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് കൂടെ കറി വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മീനും കൂടെ വറുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ബീറ്റ്റൂട്ട് കറി വെക്കാൻ നേരത്ത് പിന്നെയും ദേവൂട്ടി എൻ്റെ അടുത്ത് വന്നു. അവളെ ഞാൻ എടുത്ത് പിടിച്ചുകൊണ്ടാണ് ഇളക്കുന്നത് കേട്ടോ. പിന്നെ ക്യാമറ കണ്ടപ്പോൾ അവൾക്ക് നാണം വന്നിട്ട് പിന്നെ ഞാൻ അവളെ കുറച്ച് നേരം എടുത്ത് വെച്ച് കുറച്ച് നേരം കൊഞ്ചിച്ചു. കുറച്ച് നേരം എന്നെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് ഇടയ്ക്ക് വരും കേട്ടോന്നേ. അപ്പോൾ ഞാൻ എടുത്ത് വിളിച്ച് കുറച്ച് നേരം കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു. ഉമ്മയൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കി ഇവിടെ കൊണ്ട് വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ അത് മൂടിയും കൂടെ വെക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് തൂത്ത് വരാനും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ. അപ്പോൾ അടുക്കളയൊക്കെ ഞാൻ തൂത്ത് വരുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റം അടിക്കാൻ ഇറങ്ങി കേട്ടോ. ഞാൻ മുറ്റം അടിക്കാൻ ഇറങ്ങുമ്പോൾ ഒരാളും കൂടെ സ്ഥിരം ഇറങ്ങുന്നതാണ്. പക്ഷേ ഇന്ന് കുഞ്ഞാപ്പി കടയിൽ പോയേക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുഞ്ഞാപ്പി ഇല്ല. ഞാൻ മുറ്റം അടിക്കാൻ വേണ്ടി ചൂലെടുക്കാൻ വേണ്ടി പുറകിലോട്ട് പോയി. പിന്നെ ഞാൻ മുറ്റം അടിക്കാനൊക്കെ സമയമായപ്പോഴത്തേക്കും ചേട്ടായി ഇറങ്ങി പോവാറായിട്ടോ. ചേട്ടായി ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. പോകാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് മുറ്റവും കൂടെ അടിക്കുന്നുണ്ട്. പിന്നെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ പരിപാടി അടുത്ത തുണി അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
അപ്പോൾ എന്നും നമുക്ക് അലക്കാനുണ്ട് കേട്ടോ. ഒരു ദിവസം അലക്കിയില്ലെങ്കിൽ പിന്നെ പറയണ്ട, പിന്നെ ഒത്തിരി ആകും. അതുകൊണ്ട് ഞാൻ എന്നും തന്നെ അലക്കും കേട്ടോന്നേ. പിന്നെ ഈ തുണിയൊക്കെ അലക്കി കഴിഞ്ഞിട്ട് ഞാൻ തുണി വിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഫ്രണ്ടിൽ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ തുണിയൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. അപ്പോൾ ഈ തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോകണം. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ മറിഞ്ഞ് പോയിട്ട് കുഞ്ഞാപ്പി വന്ന് തട്ടിയതാണ്. പിന്നെ ഞാൻ കുളിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ ഓട്ടപ്പാച്ചിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുഞ്ഞാപ്പിനെയും കുളിപ്പിക്കണം. ഇപ്പോൾ കുഞ്ഞാപ്പിക്ക് വയ്യാത്തതുകൊണ്ട് ഇന്നും അംഗനവാടി വിടുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ തലയിൽ എണ്ണയൊക്കെ തൂത്തിട്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മീനും കൂടെ ഒന്ന് വറുത്ത് വെക്കാമെന്ന് വിചാരിച്ച് മീനും കൂടെ വറുക്കാൻ വേണ്ടി വന്നിട്ട് നമ്മുടെ തെരണ്ടി മീനാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പീസായിട്ടുള്ളത് മേടിച്ചതാണ്. അപ്പോൾ അതും കൂടെ വറുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് കുളിക്കാൻ കയറുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ സ്മെല്ല് വരുമല്ലോ എന്നോർത്ത് പിന്നെ അത് ഉണ്ടാക്കി. അപ്പോൾ കുഞ്ഞിന് നല്ല ജലദോഷം ഉള്ളതുകൊണ്ട് തന്നെ അംഗനവാടി വിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വിടണം. അപ്പോൾ എത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ല. എങ്കിലും ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത് നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.